വാർഷികത്തിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ ഈ ഭവനത്തിൽ കൂടിയിരുന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഒരു ഭവനത്തെ സംബന്ധിച്ചോളം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇത്. കർത്താവ് പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നുകൊണ്ട് ഇവിടെ ഈ മേശയിൽ എഴുന്നള്ളി വരാൻ പോവുകയാണ്. ആ ധന്യ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഭയഭക്തിയോടുകൂടി ഈ തിരുനാൾ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആത്മാർത്ഥമായി സംബന്ധിക്കാം. കർത്താവ് എപ്രകാരം ലാസറിൻ്റെയും മറിയത്തിൻ്റെയും മർത്തായുടെയും ഭവനത്തിൽ സ്നേഹപൂർവ്വം കടന്നു വന്നു, അതേ മനോഭാവത്തോടുകൂടി സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ആ സ്നേഹനാഥനെ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം. ഇന്ന് ഈ ഭവനം ഒരുക്കി തന്ന ഈ ഭവനത്തിലെ കുടുംബനാഥനെയും നാഥയെയും അതോടൊപ്പം തന്നെ അവരുടെ മക്കളെയും എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സെന്റ് മേരീസ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഈ ദിവ്യബലിയിൽ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരുടെയും വ്യക്തിപരമായ നിയമങ്ങളും ഈ കുർബാനയിൽ അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് പങ്കുകൊള്ളാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളിയ കൽപ്പന
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം, ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും പ്രതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. സഹോദരരെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 37 മുതൽ 47 വരെ വായിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് നിന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് ഞങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ച
സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 38 മുതൽ വാക്യങ്ങൾ. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും തെരഞ്ഞെടുത്ത അങ്ങയുടെ ജനമാചരം മുഴുവന്റെയും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദ്രങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിലും കൂടുതലും ഹൃദയയിലും പ്രസന്നതരും നിഷ്ഠരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കടമായ്ച്ചുകളയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സപ്തജഗണമേ, നിങ്ങളുടെ മേലോടുന്ന കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വടങ്ങയെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാക്കണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവാകണമേ, ലോകമെന്നുള്ള പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ബഹുമാനപ്പെട്ട് വികാരിച്ച സിസ്റ്റേഴ്സ്, മറ്റേ വിശിഷ്ട അതിഥികളെ, നിങ്ങളെല്ലാവരും തന്നെ കടൽ കണ്ടു കാണും. കടൽ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അത് ചെറിയ നദികൾ ഒഴുകി, ചെറിയ വെള്ളമൊഴുക്കുകൾ ഒഴുകി അത് വലിയ നദിയായിട്ട് മാറി അത് ചെന്ന് കടലിൽ പതിക്കുമ്പോഴാണ് ഒരു അത്ര വലിയ സാഗരമായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പല കുടുംബങ്ങൾ ചേർന്ന ഒരു കുടുംബ യൂണിറ്റ് ഉണ്ടാകുന്നു. കുടുംബ യൂണിറ്റ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പള്ളി, ഒരു ദേവാലയം എന്നിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. അത് ചേർന്ന് നമ്മുടെ സഭയാവുന്നു. അങ്ങനെ വലുതായി ലോകം ആകുന്നു എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ വില നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ കുടുംബ യൂണിറ്റ് കൂടുന്നതൊക്കെ. കുടുംബ യൂണിറ്റിൻ്റെ ആവശ്യം അതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരെയും ഇത് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ വേണ്ടി. ആദ്യമായിട്ട് തന്നെ അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് കടന്ന യേശുവിനെ എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ വികാരിച്ചൻ ഫാദർ ജോമിഷ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ഇടവേളയിലാണ് വികാരിച്ചായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായും സാമ്യനിഷ്ഠയോട് ചെയ്യുന്നൊരു അച്ഛനാണ്. അച്ഛന് നമ്മുടെ കുടുംബമായിട്ടുള്ള താല്പര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ അച്ഛൻ ജോലിക്ക് പോകുന്ന തിരക്കിൽ ഇവിടെ വന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ അച്ഛന് എത്ര താല്പര്യം ഈ കുടുംബ യൂണിറ്റുകളോടുണ്ടെന്നത്. അച്ഛനെ ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക്, സെൻറ്റ് മേരീസ് ഉണ്ട് ഈ വാർഷികത്തിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സിന് നമുക്കറിയാം, നമ്മുടെ പള്ളിയിലെ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവായിട്ട് അലങ്കാരത്തിനുമൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ പള്ളിയുടെ ദേവാലയത്തെ പോലെ കണ്ടുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ രാവിലെ വന്ന് ഇവിടുത്തെ അലങ്കാരങ്ങൾ, ആൾത്താരം ഒരുക്കുവാനും പൂക്കൾ അലങ്കരിക്കുവാനൊക്കെ മദറും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും നാമത്തിൽ മദറിനെയും സാരോ സിസ്റ്ററിനെയും ജസ്റ്റിൻ സിസ്റ്റർ ഉടനെ എത്തും. അപ്പോൾ സിസ്റ്റർമാരെല്ലാവരെയും ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഈ ബലിയർപ്പിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് നമ്മുടെ ജിജോ. പുള്ളി ഇന്നലെ വൈകിട്ടോടെ വന്ന് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് പോയി. ഇന്ന് 4:30 എല്ലാ കാര്യങ്ങളുമായിട്ട് വന്നു. ആൾക്കാരെല്ലാം ഒരുക്കി വളരെ ഭംഗിയായിട്ട് അവിടെ ബലിയർപ്പിക്കാൻ നമുക്ക് സഹായിച്ചു. അദ്ദേഹത്തെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുത്തു. പിന്നെ നമ്മുടെ വൈസ് ചെയർമാനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ യൂണിറ്റ് അംഗം തന്നെയാണ്, അവിടെ എല്ലാവർക്കും സുപരിചിതനാണ്.
അല്ല അപ്പോൾ അദ്ദേഹം നമ്മുടെ യൂണിറ്റ് വളരെ ആക്റ്റീവായിട്ടുള്ളത്, പല കാര്യങ്ങൾ വളരെ ആക്റ്റീവാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമ്മുടെ പ്രസിഡൻറ്റും വളരെ ആക്റ്റീവാണ്. ഇന്നത്തെ പരിപാടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കാര്യം ഓരോ കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള എല്ലാം ആലോചിച്ച് പ്ലാൻ ചെയ്ത് എനിക്കാണെങ്കിൽ ഇവിടെ ഒരു എല്ലാ ദിവസവും വൈകിട്ടോട് വന്ന് ഇവിടെ അത്യാവശ്യം എൻ്റെ കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ മീറ്റിംഗ് ഇത്ര ഭംഗിയാക്കാനായിട്ട് വളരെ ഉത്സാഹത്തോടെ പ്രയത്നിക്കുന്ന ആളാണ് ഡേവിസിനെ ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന മറ്റ് യൂണിറ്റിലെ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഞങ്ങളുടെ യൂണിറ്റ് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. പിന്നെ നമുക്കറിയാം നമ്മുടെ ഈ കുർബാന വളരെ മനോഹരമാക്കാനാണെങ്കിൽ നമ്മുടെ ജോസി മാത്യു മാളിയേക്കില്ല, ജോസി നമ്മുടെ കീബോർഡ് വായിക്കുന്ന ആളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ജോസി നമ്മൾ ഇന്നിപ്പോൾ അതേ ലീവെടുത്ത് നമ്മുടെ ഈ ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ജോസിയെ സ്നേഹപൂർവ്വം ഇത് കൂട്ടായ്മയ്ക്ക് സ്വാഗതം ചെയ്തു. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഡേവിസ് മടത്തിപ്പറമ്പിൽ, വൈസ് ചെയർമാൻ ശ്രീ ബോബി തൊണ്ടിയിൽ, ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ അനിത, സിസ്റ്റർ സാന്റ, സ്നേഹം നിറഞ്ഞ യൂണിറ്റ് ഭാരവാഹികളെ, പ്രിയ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, സന്തോഷമുണ്ട്. ഒരു വികാരിയായിരുന്നുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു യൂണിറ്റ് വാർഷികം മനോഹരമായ രീതിയിൽ കൊണ്ടാടാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് എനിക്കും ഓർത്തിരിക്കാനും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. സെൻറ്റ് മേരീസ് യൂണിറ്റ് അത് ആദ്യമേ തന്നെ അത് നിർവഹിക്കുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, നമുക്കറിയാം സുവിശേഷങ്ങളിൽ കാണുന്നത് പോലെ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുക എവിടെയാണ്? അന്ത്യത്താഴ വേളയിൽ പെസഹായിലെന്ന് ഒരു ഭവനത്തിലാണ്, സെഹിയോൺ ഊട്ടിശാലയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുക. അപ്പം അതേപോലെ തന്നെ ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. നമ്മൾ വചനം മുറിച്ചു, അപ്പം മുറിച്ചു, പങ്കുവെച്ചു. അവിടെ വിശുദ്ധ കുർബാന കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നു. അപ്പോൾ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, സഭയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ബസിലിക്കകളിലോ അല്ലെങ്കിൽ ദേവാലയത്തിലോ ഒന്നും അല്ല കുർബാന ആദ്യമായിട്ട് അർപ്പിക്കപ്പെടുക. AD 300കളുടെ ആരംഭത്തിലാണ് ബസിലിക്കകളും ദേവാലയങ്ങളും ഒക്കെ പണിയപ്പെടുക. അതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിലെ ക്രിസ്തു മതം ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയും ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതോടുകൂടിയാണ് ദേവാലയങ്ങൾ പണിയപ്പെടാൻ തുടങ്ങിയത്. അപ്പം അതുവരെയും മതപീഡനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ ഭയപ്പെട്ട് പല ഭവനങ്ങളിലും മാറിയാണ് ഞായറാഴ്ചകൾ, അന്ന് എല്ലാ ദിവസവും കുർബാനയൊന്നുമില്ല, ഞായറാഴ്ചകളിൽ ഒരുമിച്ച് ചേർന്ന് ഭവനങ്ങളിൽ, അതും രഹസ്യമായിട്ട് മറ്റുള്ളവരറിയാതെ രഹസ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് ശ്രീഹന്മാരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്, അത് ആദ്യ പതിപ്പാണ് നമ്മൾ കാണുക. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവ ഭവനങ്ങളിൽ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മൾ ലേഖന ഭാഗത്തിൽ വായിക്കുക. അപ്പം ആ ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമാണെങ്കിലും ലേഖന ഭാഗമാണെങ്കിലും ക്ഷണിക്കുക. അപ്പം നമ്മൾ ഓരോ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ കൂടുമ്പോഴും ഈ ഒരു ആദിമ ക്രൈസ്തവരുടെ ആ ചൈതന്യത്തിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുക ചെയ്യുന്നത്. പരസ്പരം ഒന്നിച്ചിരിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കാളികളാകാനായിട്ട്, ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടി. അപ്പം ഇത് അതിനുള്ളൊരു വേദിയാണ്. ഒരു ഭവനത്തിൽ ആ ഭവനത്തിലെ അംഗങ്ങൾ വളരെ നല്ല മനസ്സോടുകൂടി നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭവനം വിട്ടു തന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആദിമസഭയുടെ ചൈതന്യം നമുക്കും ഉണ്ടാകണമെന്നാണ് കർത്താവ് നമ്മൾ ഈ ഒരു ദിവസം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഈ ഒരു ചൈതന്യം തമ്മിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകാനായിട്ട് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്
നല്ലൊരു തുടക്കമാകട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നിങ്ങളുടെ യൂണിറ്റുകൾ മീറ്റിങ്ങുകൾ നന്നായിട്ട് പോകുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ ഇടവകയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് സെൻറ്റ് മേരീസ് യൂണിറ്റിലെ അംഗങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു 2 വർഷക്കാലം നമ്മളെ നയിക്കുന്ന ശ്രീ ഡേവിസ് മടത്തിപ്പറമ്പിൽ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് യൂണിറ്റ് ഭാരവാഹികളും ചേർന്ന് ഒരുമിച്ചാണ് ഈ യൂണിറ്റിനെ നയിക്കുക. സന്തോഷമുണ്ട്, വളരെ നന്നായിട്ട് തന്നെ നിങ്ങളുടെ യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം നന്ദിയോടുകൂടി ഈ ഒരു പ്രസംഗത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി.
നമ്മുടെ വികാരിയച്ഛൻ ജോമിഷ് അച്ച, ബഹുമാനപ്പെട്ട മദർ അനിത സിസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ ശ്രീ ബോബി തുണ്ടിയിൽ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഒപ്പം തന്നെ നമ്മുടെ എല്ലാ യൂണിറ്റ് അംഗങ്ങളെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ മുൻ പ്രസിഡന്റ് കോയിക്കര കുഞ്ഞച്ചൻ ചേട്ടൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഞാൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുകയായിരുന്നു. നമ്മളുടെ ഈ ഫാമിലി യൂണിറ്റ് അതിൻ്റെ മൂല്യങ്ങൾ ചോർന്നു പോകാതെ ക്രിസ്തീയതയ്ക്ക് ഉതകും വിധം ഈ ഫാമിലി യൂണിറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ യൂണിറ്റ് അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും കടമയുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന കുറേ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ കുടുംബം വളരെയധികം പുരോഗതിയിലേക്ക് മുന്നേറുന്നത്. എനിക്ക് ഇവിടെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നതിന് വളരെയധികം സന്തോഷമുള്ളതാണ്. കാരണം ഇന്നേ വരെ ഒരു മോശമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഈ യൂണിറ്റിന്റെ ഭാരവാഹിത്വത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഈ ഭാരവാഹിത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് നല്ല സഹകരണമാണ്. ഞാൻ ഇതിന്റെ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നതെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും വളരെയധികം നല്ല സഹകരണമാണ്. ഇന്നിപ്പോൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ എല്ലാം പിന്നണിയിൽ നമ്മുടെ യുവതി യുവാക്കളും മറ്റുള്ള ഭാരവാഹികളുമാണ്. ഒരു യൂണിറ്റായിട്ട് സെൻറ് മേരീസ് യൂണിറ്റ് മാറും. അത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ പോകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുന്നു എന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാ ആദ്യ ഞായറാഴ്ചകളിലും നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത ഭവനത്തിൽ സെൻറ് മേരീസ് കുടുംബ യൂണിറ്റിൻ്റെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നു. ബൈബിൾ വായനയും വ്യാഖ്യാനവും പൊതു ചർച്ചയും കൂടാതെ ലോഗോസ് ക്വിസ് മത്സരങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ക്വിസ് മത്സരങ്ങളും യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കുന്നു. 2022 ലോഗോസ് ക്വിസിൽ 80% മാർക്കിനും മുകളിൽ ലഭിച്ച എല്ലാവർക്കും യൂണിറ്റിൻ്റെ വക പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. 2023 നവംബർ മാസം 4-ാം തീയതി ഈ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ബോബി തുണ്ടിയിൽ, സെക്രട്ടറി. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഡേവിസ് ചേട്ട, വൈസ് ചെയർമാൻ ബോബി ചേട്ട, മറ്റു വിശിഷ്ട അതിഥികളെ, യൂണിറ്റ് അംഗങ്ങളെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കും. രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന് ഏറ്റുപറഞ്ഞ സങ്കീർത്തനോട് ചേർന്ന് ഈ മഹാമാരിക്ക് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ യൂണിറ്റ് അംഗങ്ങളെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നല്ല സമരക്കാരനെ പോലെ അയൽക്കാരൻ്റെ ആവശ്യങ്ങളിൽ ഒഴിഞ്ഞു മാറാതെ കൂടെ നിൽക്കുവാനും കൂടെയായിരിക്കുവാനും കൈത്താങ്ങാകുവാനും നമുക്ക് കഴിയണം. സഹോദരത്തെ ഊട്ടിയുറപ്പിക്കുവാൻ ഇത്തരം വാർഷിക ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പീഠത്തിലിരിക്കുന്ന കത്തിജ്വലിക്കുന്ന ഒരു മെഴുകുതി പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നീയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും
കുടുംബ കൂട്ടായ്മകളുടെ ഈ വാർഷിക ദിനം ആഘോഷങ്ങൾ വീടുകളിൽ വെച്ച് നടത്തുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ്. ആദ്യമായി സെൻറ് മേരീസ് കുടുംബ യൂണിറ്റിൻ്റെ ഈ വാർഷിക ദിനാഘോഷങ്ങൾ സ്വന്തം ഭവനത്തിൽ വെച്ച് നടത്തുവാൻ സ്വയം മുന്നോട്ട് വന്ന ശ്രീ തങ്കച്ചൻ കോയിക്കരിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇതുപോലൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പരിമിതികളുമുണ്ട്. ആ നല്ല മനസ്സിനെ നാം അംഗീകരിക്കുക തന്നെ വേണം. കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ വെറും അധികാര കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പ്രയോജനമില്ലാത്ത സംവിധാനങ്ങളുമായി മാറും. സ്നേഹമുള്ളവരെ, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ആദിമസഭയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നതായി ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ ആഗോള സിനഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് റോമിൽ അവസാനിച്ചത്. ആ സിനഡിൽ മാർപ്പാപ്പ ഒത്തിരിയേറെ നൂതന ആശയങ്ങൾ മുന്നോട്ട് വെച്ചതായി പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ അടുത്ത ദിവസങ്ങളിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ലിബിന എന്ന കുട്ടിയെപ്പറ്റി ആ കുട്ടിയുടെ അധ്യാപകർ പറഞ്ഞ വാക്കുകളാണ്. ഇത്ര അച്ചടക്കമുള്ളൊരു കുട്ടി ആ സ്കൂളിൽ ഇല്ലായിരുന്നു, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് അധ്യാപകർ പറഞ്ഞത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ആ സമൂഹത്തിലെ ഏതാണ്ട് എല്ലാ കുട്ടികളും ഇതേ രീതിയിലാണ് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ്. കാരണം അവരുടെ പ്രാർത്ഥനാലയത്തിൽ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് കൂടി പഠിപ്പിക്കുന്നുണ്ട്. സെൻറ് മേരീസ് കുടുംബ യൂണിറ്റിൻ്റെ ഈ വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, വൈസ് ചെയർമാൻ എന്ന നിലയിൽ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഏറ്റവും സ്നേഹമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ആദരണീയനും ബഹുമാനീയമായ വികാരി അച്ഛൻ, സിസ്റ്റേഴ്സ്, നമ്മളെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, എൻ്റെ അർപ്പിതമായിരിക്കുന്നത് നന്ദി. ഈ പരിപാടിയിൽ പങ്കെടുത്ത, അതുപോലെ തന്നെ മാത്രമല്ല, ഈ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേർന്ന ഈ യോഗത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ആദരണീയനായ വികാരി അച്ഛൻ യോമിഷ് അച്ഛനെ ഈ എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ യൂണിറ്റിൻ്റെ പേരിലും ഞാൻ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദരണീയരായ സിസ്റ്റേഴ്സ്, അനിത സിസ്റ്ററും സാൻഡ സിസ്റ്ററിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ യൂണിറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്നതായ ഇന്നത്തെ ഈ യോഗത്തിലെ അധ്യക്ഷം വഹിച്ചിരിക്കുന്ന ഡേവിസ് മടത്തിപ്പറമ്പിലിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ വൈസ് ചെയർമാൻ ബോബി തുണ്ടിയിൽ, അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഈ പള്ളിയിലെ എല്ലാ എല്ലാ യൂണിറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ സദാ ജാഗരൂകനാണ്. അദ്ദേഹം വളരെയേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഗോപി തുണ്ടിലിനെ ഞാൻ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്ന തങ്കച്ചൻ കുടുംബവും, അദ്ദേഹത്തിന് വേറെ ആരുമില്ല ഇവിടെ. ആ 2 പേരും മാത്രമായിട്ട് ഇതെല്ലാം ഒരുക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും നല്ല പ്രവർത്തിക്ക് ഈ രീതിയിൽ എല്ലാവരെയും ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ തന്നെ വീട് വിട്ടുകൊടുക്കുന്നതിന്, മാത്രമല്ല അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നതിന്, അതിനുവേണ്ടി അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിന് തയ്യാറായ കോയിക്കര തങ്കച്ചനെ ഈ യൂണിറ്റിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടികൾക്കൊക്കെ എല്ലാവിധ സഹായവും ചെയ്തു തരുന്നതായ ജിജോ, നമുക്ക് ഏതാവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്ന ആ ജിജോയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും, എല്ലാ വ്യക്തികൾക്കും
എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തും. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് അതീതമല്ലോ എത്ര മനോഹരമാണ് പുൽക്കൂട് എന്തോ നല്ല പുൽക്കൂട് സ്നേഹത്തിൻ പ്രതീകമാണ് പുൽക്കൂട് ത്യാഗത്തിൻ മൂർത്തിഭാവമാണ് പുൽക്കൂട് ശാന്ത സുന്ദരമാണ് പുൽക്കൂട് കാരുണ്യത്തിൻ കലവറയാണ് പുൽക്കൂട് ലാളിത്യത്തിൻ നിറകുടമാം പൊന്നുണ്ണി പിറന്നൊരു വീടല്ലോ ദേവാലയത്തിൽ പോകാൻ പ്രാർത്ഥിക്കാൻ എനിക്കെന്തിഷ്ടമാണെന്നോ സ്നേഹത്തോടെന്നെ നാട് വിളിക്കും സ്നേഹിതനാ പൊന്നുണ്ണിയുണ്ടവിടെ ശാന്തിതൻ ദൂതുമായി വിനയത്തിൻ മാതൃകയായി ബെത്ലഹേമിൻ കാലിത്തൊഴുത്തിൽ ലോകത്തിൻ രക്ഷകൻ പിറന്നതിൽ ഓർമ്മയല്ലോ ഈ ക്രിസ്മസ് സ്നേഹത്തിൻ പുൽക്കൂട് എൻ മനതാരിൽ തീർക്കണമേ സോദര സ്നേഹത്തിൻ പുൽക്കൂട് കുഞ്ഞുങ്ങളാം ഞങ്ങൾ തൻ ബലഹീനതകളിൽ ഇല്ലായ്മകളിൽ വല്ലായ്മകളിൽ താങ്ങായി തണലായി കൂടെ വസിക്കണമേ അനുഗ്രഹണമേ സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു
സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. കാഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താണിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകും കുരിശിൻ്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം കൊണ്ടു ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം കൊണ്ടു ക്രിസ്തുവിൽ. നാഥനു നൽകിയ ലോകമേ, നാഥനു മുൾമിടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ. പാപവും ഭാരവും വിട്ടു ഞാനോടുമേ, നേരവും യേശുവേ നോക്കിടും. പാപവും ഭാരവും വിട്ടു ഞാനോടുമേ, നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴുന്തൻ സ്നേഹം കുറഞ്ഞു പോയിടാം. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ.
മറിയേ മറിയേ എവിടെ പോയി കിടക്കുന്നത് മറിയേ എത്ര നേരെ ഞാൻ പറയാൻ ഇനി എന്നെ ഇരുത്താൻ വേണ്ട നിങ്ങൾ കെട്ടി ആദ്യം തുടങ്ങിയ ഇരുത്താൻ തുടങ്ങിയതോ ഇരുത്തണ നേരെ വെളുത്താണ് പോകും ഈ അന്തോടെ കാര്യം പറഞ്ഞ എനിക്ക് വിറച്ച് കാരണം കാക്കനാടുള്ള തേക്കകളത്തിലെ ആന്റണിയുടെ കാര്യം എനിക്ക് വന്നതാ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തമുള്ള മനുഷ്യ രാവിലെ പോകും വൈകിട്ട് മൂക്കറ്റം കുടിച്ചിട്ട് ഇങ്ങനെ കയറി കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം അതിനിടയ്ക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കണം പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാമോ നിങ്ങൾക്ക് കാലത്ത് പോയാൽ നിങ്ങൾ 4 കാലം വന്നാൽ മതിയല്ലോ ഇതൊന്നും നിർത്തത് സ്ത്രീപീഡനം പറഞ്ഞാൽ കേസ് എഴുതാനോ പരിപാടിയല്ലേ നിങ്ങളുടെ സൈഡിലാണ് ഞാനിവിടെ നിന്നാലേ അതൊന്നും ശരിയാവില്ല ഒന്നും വേണ്ട ചത്തൊന്നും പോലെ അങ്ങനെ പോണൊരു പോട്ടേന്ന് അല്ല എടി മറിയേ അതാണ് ഇങ്ങനെയല്ലല്ലോ താമസിക്കുന്നത് എടി മറിയാവേ മറിയേ ഞാൻ വരുന്ന വഴി നമ്മുടെ അബ്ദുൾ ചേർന്ന് ഞാൻ പറയട്ടെ നമ്മുടെ അബ്ദുൾ സന്തോഷം എന്നറിയാമോ ഓക്കെ അഡ്മിഷൻ കിട്ടി അതും നല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അറിയാമോ ആന്റണി ചേട്ടനും ചേച്ചിക്കും ഭയങ്കര സന്തോഷം അപ്പൊ പുതിയ ആ സന്തോഷം എനിക്ക് സാധ്യം എത്രയോ മുഖ്യ സാധനം എനിക്ക് പേര് പറയാൻ പാടില്ല അതെല്ലാം ഞാൻ കഴിച്ചിട്ടാ എന്തൊരു സന്തോഷമാണെന്നറിയാമോ ആരും ചേട്ടൻ്റെ മക്കളും ചേടത്തിയും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയും പിന്നെ അതുപോലെ തന്നെ ഊണ് കഴിക്കലും എല്ലാം ഈ അങ്ങോട്ട് അവരുടെ മോനും പറയും കുട്ടിക്കാട്ട് പോയി ഇപ്പൊ നമ്മളെന്താ ദൈവം അനുഗ്രഹിക്കാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാഗത്തും വല്ല തെറ്റൊക്കെ ഉണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മൾ നന്നായിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ഇന്നാളിപ്പോ ആ ഓർഫനേജിനെ എന്നിട്ട് ചേട്ടൻ എന്താ പറഞ്ഞു അവർക്കിപ്പോ അതിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും കൊടുത്തിട്ട് വേണ്ട അവർ കാര്യങ്ങളെന്ന് പറഞ്ഞില്ലേ നമ്മൾ പള്ളിയിലൊക്കെ പോണില്ലേ ആ പൈസക്ക് അച്ഛന്മാർക്കുള്ളതായിരിക്കും അത് അച്ഛന്മാർക്കും കപ്പയർക്കൊന്നും എടുക്കാനുള്ളതൊന്നുമല്ല അതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ദശാംശം കൊടുക്കണം അല്ലാണ്ട് യൂണിറ്റിൽ ചെന്ന മാസവരി കൊടുക്കണം ചെയ്യലുണ്ടാവും അല്ലേ ബെസ്റ്റ് ഫാമിലിയാണ്
അത്ര കേമിയാവുന്നതല്ല. നീ അന്ന് നമ്മളന്ന് ലൂലൂലു ഷോപ്പിങ്ങിന് പോയില്ലേ? ഷൂട്ടിങ്ങിന് പോയപ്പോഴേ അന്ന് 10:30 വന്നിട്ട് ഞാൻ നിന്നോട് കുടുംബപ്രാർത്ഥന പതി പറഞ്ഞില്ലേ, എനിക്ക് ക്ഷീണമുണ്ട്, കുടുംബപ്രാർത്ഥന വേണ്ടെന്ന്. ദൈവം നമ്മുടെ കുടുംബപ്രാർത്ഥന ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ദൈവത്തിന് നമുക്ക് ഇഷ്ടമായി കാണില്ല. അത് നമ്മള് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. കുടുംബ പ്രാർത്ഥനയൊക്കെ ശരിക്കും കറക്റ്റായി ചെയ്യണം. പിന്നെ വേറെ ദിവസമേ നമ്മൾ നിന്റെ വീട്ടിൽ പോയില്ലേ, ഞാൻ ഉറക്കമില്ല, നമ്മൾ പോയിട്ട് ആ പാലാരിവട്ടം വന്നപ്പോഴേ നമ്മുടെ ആ തെക്കിലെ ജാതി കേൾപ്പിച്ചു. പാവം ബാഗും ബസ് കാത്ത് നിൽക്കണം. ഞാൻ ആ വണ്ടി കൊണ്ടോട്ട് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞേ, ചേട്ടാ നമ്മളെ നടക്കില്ല, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നീയും പള്ളിയിൽ പോയിട്ട് ഞാനും പള്ളിയിൽ പോയിട്ട് നീ നൊവേന കൂടുന്നു. പക്ഷെ ദൈവത്തിന് അതല്ല മെയിനായിട്ട് നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് എന്നാ എനിക്കറിയാമോ? അതൊക്കെ നൊവേന കൂടുന്നു. ഇപ്പൊ ഏതോ അച്ഛൻ്റെയൊക്കെ ഡിസംബർ 1 ഒക്ടോബർ 31 വരെ ഞാനത് നമുക്കിങ്ങനെ ലോട്ട് ഇതൊക്കെ അറിയാമോ? ഗവൺമെന്റ് ലോട്ട് ഇട്ട് കാരുണ്യ ലോട്ടറി, മറ്റേ ലോട്ടറി, ഈ ലോട്ടറി എടുക്കുന്നത് ഓരോരോ കാര്യം നടത്താൻ വേണ്ടി. ഇപ്പൊ നീയോ നമ്മളൊക്കെ പള്ളിയിൽ കൊടുത്ത് ചേർന്ന് അവരുടെ വിഷയം കിട്ടണം. ഓരോ ലോട്ടറി അത് ആത്മീയ ലോട്ടറി, മറ്റത് ലൗകിക ലോട്ടറി. മനസ്സിലായില്ലേ? അവിടെ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്ക് കിട്ടാം. എന്നാ അത് പ്രവൃത്തിയിൽ വല്ല പനുണ്ടോ? ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്നില്ല. നമ്മളതാ ചെയ്യേണ്ടത്, നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കണം. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അങ്ങനെയില്ല, അങ്ങനെയല്ലേ. നമ്മൾ കുറച്ചും കൂടെ ശുഷ്കാന്തിയോടും അയോഗ്യയോടും കൂടെ നമ്മൾ ചെയ്ത് ഒക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വർക്കർക്കും അഡ്മിഷനും അതും ഇതുമെല്ലാം കിട്ടും. മതിയെ കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, കർമ്മങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. തമാശ